ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് പഠിക്കാം. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കടലക്കറി തയ്യാറാക്കുന്നത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കടലക്കറിക്ക് ആകെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇത് ചപ്പാത്തി, പുട്ട്, പത്തിരി ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടലക്കറി എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ്. ഒരിക്കലും ഓയിലൊന്നും ഉപയോഗിച്ച് തയ്യാറാക്കാതിരിക്കുക. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കുക. അതിൻ്റെ കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള കറുവാപ്പട്ട, അതുപോലെ തന്നെ 2 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പൂ, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് കിട്ടിയാൽ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ 4 സവാള നീളത്തിൽ നുറുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു 5 സവാള വരെയും ചേർക്കാം കേട്ടോ. ഇത് വലിയ സവാള ആയതുകൊണ്ട് ഞാൻ 4 മാത്രമേ ചേർക്കണുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴന്ന ശേഷമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളക് നെടു കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന 3 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ നൈസായിട്ട് നീളത്തിലാണ് നുറുക്കിയെടുത്തേക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കളറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. പൊടികളുടെ പച്ചമുളകൊന്ന് നന്നായിട്ട് മാറി കിട്ടിയാൽ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലയായിരുന്നു. മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് കടലയാണ് കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുതിർന്ന് വന്നപ്പോൾ കുറച്ച് വീർത്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കടല കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് തലേ ദിവസം കുറച്ച് കൂടുതൽ കടല വെള്ളത്തിലിട്ടാൽ മതി. ഈ മസാലക്കൂട്ടും കടലയും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കടലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. അതുപോലെ ഞാനിവിടെ നിന്ന് മല്ലിയുടെ ഇല ഉപയോഗിക്കുന്നില്ല. കറിവേപ്പില വെച്ചിട്ട് തനി നാടൻ രീതിയിലാണ് കടലക്കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കറിവേപ്പിലയുടെ കൂടെ വേണമെങ്കിൽ മല്ലിയുടെ ഇലയും കൂടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കടല വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കടല ഏകദേശം മുങ്ങിക്കിടക്കുന്ന രൂപത്തിലായി. നിങ്ങളുടെ കുക്കറിൽ കടല മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒരു പൊടി മുന്നിൽ നിൽക്കണം. അതിനുശേഷം 8-9 വിസിൽ കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കർ മൂടി വെച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിനായിട്ടുള്ള നാളികേരം അരച്ചെടുക്കാം. മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് നാളികേരമാണ് ഇവിടെ എടുത്തേക്കുന്നത്. കൂടെ തന്നെ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് കടലയ്ക്ക് 1/2 കപ്പ് നാളികേരം, ആ രീതിയിലാണ് നിങ്ങൾ അളവെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് നാളികേരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. 8 വിസിലിന് ശേഷം കുക്കറിലെ ആവിയൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കടല ഒന്ന് വെന്തുണ്ടോ എന്ന് നോക്കി നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 8-9 വിസിൽ കൊടുത്താൽ മതി. ഞാനിവിടെ 8 വിസിലാണ് കൊടുത്തത്. പിന്നെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വിസിൽ കൊടുത്തത്. ഞാൻ ലോ ഫ്ലെയിം ഒന്നും ആക്കി വെച്ചില്ല.
ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഈ കറിയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം. കടലക്കറി നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇരുന്നാൽ തന്നെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് താളിച്ചിടണം. അപ്പോൾ താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടണം. കടുക് പൊട്ടിക്കിട്ടിയാൽ ഇതിലേക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ചുവന്നുള്ളി കുറച്ച് കൂടുതലായാലും കടലക്കറിക്ക് ടേസ്റ്റ് കൂടുതലാവുകയുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മൂത്ത് കിട്ടിയാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രുചികരമായ കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി ആരും കടലക്കറി നന്നായിട്ട് തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറയരുത്. എല്ലാവരും ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.